അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ആ സ്വർഗ്ഗം നൽകണേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയാ ആർക്കാണ് അല്ലാഹുവിന്റെ സ്വർഗ്ഗം കിട്ടുക? അല്ലാഹു ആ ഒരു വേവലാതിയോടെ നമ്മൾ ജീവിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആ ഒരു വേവലാതിയും ആവലാതിയും നമ്മുടെ ജീവിതത്തിന് നിത്യമായ ജീവിതത്തിൽ ഉണ്ടാവണം. വിറകെ അല്ലാഹു സ്വർഗ്ഗം നമ്മുടെ കൈവെള്ളയിൽ തളിക പോലെ വെച്ചു തരില്ല. അല്ലാഹുവേ സ്വർഗമാണോ അതല്ല നരകമാണോ എന്ന് കരുതി ജീവിതത്തിന്റെ എല്ലാ മേഖലകളും പടച്ചറപ്പിനെ കുറിച്ചുള്ള വേവലാതിയും പടച്ചറപ്പിന്റെ പരലോകത്തിന്റെ തീരുമാനത്തെ കുറിച്ചുള്ള ആവലാതി ഉണ്ടാവണം. അറിയുമല്ലോ നിങ്ങൾക്ക് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ കോടീശ്വരനാണ് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. മദീനയിലെ ഏറ്റവും വലിയ ശതകോടീശ്വരനാണ് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ഒരു ദിവസം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ഉമ്മു സലമ റളിയല്ലാഹു തആലയുടെ അടുക്കലേക്ക് വന്ന് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു എന്ന കോടീശ്വരനായ സമ്പന്നനായ ആ സഹാബി ഉമ്മു സലമ റളിയല്ലാഹു തആലയോട് ഒരു വേവലാതി പങ്കുവച്ചുവത്രേ. ആ സമ്പന്നനായ മനുഷ്യന് മനസ്സിന് വല്ലാത്തൊരു വേവലാതി. എന്താ വേവലാതി എന്നറിയോ? എന്താ വേവലാതി? മദീനയിലെ ഏറ്റവും വലിയ ശതകോടീശ്വരനാണ്. എന്താണ് വേവലാതി? വേവലാതി പടച്ചോനെ ഇതിപ്പോ ഗൾഫ് രക്ഷപ്പെടുവോ? മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അംബാനിയെക്കാളേറെ, അദാനിയെക്കാളേറെ, അസിം പ്രേംജിയെക്കാളേറെ, ബിൽഗേറ്റ്സിനെക്കാളേറെ, ഖാലിദ് രാജാവിനെക്കാളേറെ ഏറ്റവും വലിയ ശതകോടീശ്വരനാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ഉമ്മു സലമ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് വന്നിട്ട് രാവലാരി പറഞ്ഞു, ഉമ്മു സലമ പ്രിയപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ മഹദിയവതികളോട് പറഞ്ഞു പത്രേ, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ധാരാളം സമ്പത്ത് തന്ന ഒരു കോടീശ്വരനായ സമ്പന്നനാണ് ഞാൻ. ലഖദ് ഖശീതു അൻ യുഹ്ലികനി മാലി, എന്റെ സമ്പത്തിനെ നശിപ്പിച്ച് കളയുമോ എനിക്ക് പേടിയാണ് ഉമ്മു സലമ. മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് ഏറ്റവും വലിയ കോടീശ്വരനായ അന്നാട്ടിലെ കോടീശ്വരന്റെ പ്രത്യേകതയാണ് ലഖദ് ഖശീതു, ഞാൻ ഭയപ്പെട്ടു പോവുകയാ, എന്റെ സമ്പത്തിനെ വല്ലാതെ നശിപ്പിച്ചു കളയോ എന്നെനിക്ക് വല്ലാത്ത പേടിയാണ് ഉമ്മു സലമ. മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഉമ്മു സലമ റളിയല്ലാഹു തആല അപ്പോ തന്നെ പറഞ്ഞു വത്രേ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, അൻഫിക്, നീ ഇത് ചെലവഴിച്ചു കൊള്ളുക. നിന്റെ സമ്പത്ത് നിന്നെ വല്ലാതെ അഹങ്കാരിയാക്കി അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നിന്ന് അകറ്റിക്കളയുമെന്ന് ഭയപ്പെടുന്നുവെങ്കിൽ അതിനെ നീ ചെലവഴിച്ചു അബ്ദുറഹ്മാൻ. ആരോടാ പറയുന്നത്? ചെലവഴിക്കാത്ത ആളോടല്ല, മഹാനായ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധമായ ആയത്ത് ഇറങ്ങിയപ്പോ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സമ്പത്ത് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കാതെ നിങ്ങളാരും വിശ്വാസികളാവില്ലെന്ന് ആയത്ത് ഇറങ്ങിയപ്പോ ആ ആയത്ത് കേട്ടു വല്ലാതെ ഭയന്ന് വിറച്ചിട്ട് തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബിർഹ എന്ന തോട്ടം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഓടി വന്ന് നബിയെ, യാ റസൂലല്ലാഹ്, എനിക്ക്
എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തോട്ടം ഞാനിതാ അള്ളാന്റെ ദീനിന് വേണ്ടി സമർപ്പിക്കുന്ന നബിയെ. ഒരായത്ത് കേട്ടപ്പോ പേടിച്ചിട്ട് ഏറ്റവും വരുമാനമുള്ള ഈത്തപ്പഴ തോട്ടം ദാനം ചെയ്ത സഹാബി. തീർന്നില്ല, നിങ്ങൾ ഇന്ന് വെള്ളിയാഴ്ച ജുമാ നമസ്കരിച്ചപ്പോ ആ ജുമാ നമസ്കാരത്തിൽ ഖത്തീബ് ഒരായത്ത് ഓതുന്നത് കേട്ടില്ലയോ? വൈദാ നൂദിയ ലിസ്സലാത്തി, നിങ്ങൾ കേട്ടുവല്ലോ. വൈദാ റഔ തിജാറതൻ ഔ ലഹുവൻ ഫളു ഇലൈഹാ വതറകൂക ഖായിമാ. സൂറത്തുൽ ജുമുഅയിലെ ഒരായത്താണിത്. എല്ലാ ഖത്തീബുമാരും വെള്ളിയാഴ്ച നിസ്കാരത്തിൽ ഈ ആയത്ത് ഓതാറുണ്ട് രണ്ടാമത്തെ റക്അത്തിൽ. എന്താ അതിന്റെ പശ്ചാത്തലമെന്നറിയോ? ഖുർആൻ പഠിക്കണം സഹോദരാ സഹോദരി. എന്താണെന്നറിയോ? ഖുൽ മാ ഇൻദല്ലാഹി ഖൈറും മിനൽ ലഹ്വി വമിനത് തിജാറ. നബിയെ, കച്ചവടം കിട്ടിയപ്പോൾ അവർ അങ്ങേ ഒറ്റക്കാക്കിയിട്ട് ഓടിയോ നബിയെ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തെ പള്ളിയിൽ വെള്ളിയാഴ്ച മിമ്പറിൽ ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ കച്ചവട സംഘം ഏറ്റവും നല്ല കച്ചവട സാധനവുമായി പള്ളിയുടെ തൊട്ടടുത്തുള്ള അങ്ങാടിയിലെത്തിയത്. ആ കച്ചവട സംഘം വന്ന ശബ്ദം കേട്ടപ്പോ ഖുത്ബ കേട്ടുകൊണ്ടിരുന്ന കച്ചവടക്കാരായ സഹാബത്ത്, അവര് കച്ചവടക്കാരാണല്ലോ, അവര് നേരെ ഇറങ്ങിയിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കച്ചവട സാധനം വാങ്ങിക്കാൻ ഓടി. അല്ലാഹുവിന്റെ റസൂല് പള്ളിയിലെ മിമ്പറിൽ തനിച്ചായി. വതറകൂക ഖായിമാ, അങ്ങേ ഒറ്റക്കാക്കിയിട്ടവര് ഓടിപ്പോയ നബിയെ. ഈ ആയത്തിറങ്ങിയപ്പോ തന്റെ കച്ചവട സംഘത്തിന്റെ അടുക്കലേക്ക് സഹാബത്ത് ഓടി വന്നപ്പോ ഹബീബായ നബി തങ്ങൾ മിമ്പറിൽ ഒറ്റക്കായെന്ന് കേട്ടപ്പോ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ കച്ചവട ചരക്കുകൾ വാങ്ങിക്കാനാണ് സഹാബത്ത് വന്നപ്പോ ആയത്തിറങ്ങിയതെങ്കിൽ ആ കച്ചവടം എനിക്ക് വേണ്ട നബിയേ, എനിക്ക് വേണ്ട. അന്നത്തെ മുഴുവൻ കച്ചവടം ലാഭമല്ല, മൂലധനമടക്കം ഹബീബായ നബി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഇത് ഇസ്ലാമിന് വേണ്ടി ഞാൻ വഖഫ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, ആ മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹുവിനോടാണ് മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു തആല പറഞ്ഞത്, അൻഫിക് അൻഫിക്, ചെലവാക്കിക്കോ ചെലവാക്കിക്കോ ചെലവാക്കിക്കോ. എന്നിട്ട് ഉമ്മു സലമ റളിയല്ലാഹു തആല ഒരു വാക്ക് പറഞ്ഞു അത്രേ. നിങ്ങൾ എന്നെ നോക്ക്, നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയണത്? പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇല്ലേ? ഉമ്മു സലമ, മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു തആല പറഞ്ഞു, സഹോദരാ, ആ കാലഘട്ടത്തിലെ സമ്പന്നന്റെ മനസ്സിന്റെ ഏറ്റവും വലിയ വ്യവഹാരവും വേവലാതിയും എത്രയാ. ഉമ്മു സലമ പറഞ്ഞു, അബ്ദുറഹ്മാനെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെയോ? സമയത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു. വഇന്ന മിന അസ്ഹാബി ലം യറാനി യൗമൽ ഖിയാമ. എന്റെ സഹാബാക്കളിൽ ചില സഹാബാക്കൾ, എന്റെ സഹാബത്തുകളിൽ കെട്ട ചില സഹാബത്തുകൾ നാളെ പരലോകത്തവര് പരലോകത്ത് എന്നെ അവര് കാണുകയില്ല എന്ന് പറഞ്ഞാൽ അവര് മഹ്ശറയിൽ ചോദ്യത്തിന് ഒത്തിരി നേരം നിൽക്കേണ്ടി വരും. എന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ സഹാബത്തുകളിൽ ചില ആളുകൾ നാളെ പരലോകത്ത് തന്നെ കാണുകയില്ല. ഇത് കേട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല കൊച്ചുകുട്ടിയെ പോലെ പൊട്ടി പൊട്ടി കരഞ്ഞു അത്രേ. വാവിട്ട് നിലവിളിച്ചു പോയി ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ കഴിയില്ലെന്നോ, അങ്ങനെ ചില ആളുകളെ സഹാബത്തിലുണ്ടെന്നോ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുമ്പോ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുമ്പോ ഓടുന്ന വഴിയിൽ വേറൊരു സഹാബി കണ്ടുമുട്ടിയത്രേ. ആരാണ് കണ്ടുമുട്ടിയതെന്നറിയോ? എന്റെ പ്രിയ
പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വ്യക്തിത്വത്തിന്റെ ധവളപ്രകാശം കൊണ്ട് ലോകചരിത്രത്തെ വിസ്മയിപ്പിച്ചു പോയ ലജ്നാൻ പർവ്വതം സമ്മാനിച്ച ലോകത്തിന്റെ നീതിയുടെ ധർമ്മ പുഷ്പമായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ നിന്ന് വാവിട്ട് നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്ന ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചു നിർത്തി. ഇബ്നു ഔഫേ, എന്തു പറ്റി ഇബ്നു ഔഫേ? ഇവിടെയാണ് ചിന്തിക്കേണ്ടത്. ചരിത്രം അവസാനിച്ചില്ല. ഇതൊന്നും പറയാനല്ല വന്നത്, എന്റെ യുവാക്കളോടും എന്റെ യുവതികളോടും പറയാനാണ് വന്നത്. ഇബ്നു ഔഫേ, അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വരുന്നതെന്തിനാ? കൊച്ചുകുട്ടിയെ പോലെ കരയുന്നതെന്തിനാ? മദീന കണ്ട ചരിത്രം എത്രയാണ് സഹോദരാ. ഉഖ്ബാ തെരീ ഗലീമേ യേ ഉഖറാ തെരീ ഗലീമേ. ഈ ദുനിയാവും അങ്ങയുടെ പട്ടണത്തിലാണല്ലോ മുത്തേ, ഈ ആഖിറവും അങ്ങയുടെ പട്ടണത്തിലാണല്ലോ മുത്തേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മദീനയിൽ ഉമർ റളിയല്ലാഹു അൻഹു പിടിച്ചു നിർത്തി. എന്തിനാണ് കരയുന്നത് ഉമറേ? ഉമ്മു സലമ റളിയല്ലാഹു തആല എന്നോട് ഇന്നൊരു വാക്ക് പറഞ്ഞു. മഹദിയായ ഉമ്മു സലമ സൗജു റസൂലില്ലാഹ്, സൗജത്തു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ എന്നോട് ഇന്നൊരു വാക്ക് പറഞ്ഞു. ഹബീബായ നബി തങ്ങളുടെ സഹാബത്തിലെ ചില ആളുകളുണ്ടത്രേ, നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ റസൂലിനെ അവര് കാണുകയില്ലത്രേ. ഇനി ശ്രദ്ധിച്ചോളൂ ചെറുപ്പക്കാരെ, ചില സഹാബത്തുകളുണ്ടത്രേ, അവരല്ലാഹുവിന്റെ റസൂലിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരലോകത്ത് കാണുകയില്ലത്രേ. ഇത് കേട്ട ഉമർ റളിയല്ലാഹു തആല വാവിട്ട് നിലവിളിച്ചു പോയത്രേ. ഇതൊരു പ്രസംഗത്തിന്റെ ഗാംഭീര്യത്തിന് പറയുന്നതല്ല. കൊച്ചുകുട്ടികളെ പോലെ ഏങ്ങലടിച്ച് കരഞ്ഞിട്ട് നേരെ പോവുകയാണ് ഉമ്മു സലമ റളിയല്ലാഹു തആലയുടെ അടുക്കലേക്ക്. അവിടെ ചെന്നിട്ട് വിളിച്ചു, ഉമ്മാ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയ്ക്ക് പ്രായം കുറവായിരിക്കാം, പക്ഷേ എത്ര പ്രായം കുറവാണെങ്കിലും അവര് നമ്മുടെ എല്ലാം ഉമ്മമാരാണല്ലോ. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, ലോകത്തുള്ള സത്യവിശ്വാസികളുടെ ഉമ്മയാണ് ഹബീബായ നബി തങ്ങളുടെ ഭാര്യമാർ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് വിളിച്ചു, ഉമ്മാ, ഉമ്മാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മാ. ഉമ്മുനാ ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ, എന്തേ ഉമറേ കരയുന്നതെന്തിനാ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. വഇന്ന മിൻ സഹാബി, എന്റെ സഹാബത്തിൽ ചില ആളുകൾ നാളെ പരലോകത്ത് അവരെന്നെ കാണുകയില്ലെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരുന്നു. ഉമ്മാ, ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അതെ, എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്റെ ഭർത്താവ്. നബി മാത്രമല്ല, അവർക്ക് കൂടെ സഹകരിച്ച ഭർത്താവാണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കൽബിൽ ചേർത്ത് വെച്ചോളീ. ഉമർ റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു, ഉമ്മു സലമ, ചില ആളുകൾ അല്ലാഹുവിന്റെ റസൂലിനെ കാണുകയില്ലെന്ന് പറഞ്ഞ കൂട്ടത്തിൽ അസമ്മാനി റസൂലുള്ളാഹ്, അസമ്മാനി റസൂലുള്ളാഹ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അക്കൂട്ടത്തിൽ ഉമറിന്റെ പേര് പറഞ്ഞുവോ? എന്റെ പേരതിലുണ്ടോ? നാളെ പരലോകത്ത് കാണുകയില്ല എന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിൽ അസമ്മാനി റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ പേര് പറഞ്ഞുവോ? പൊട്ടിക്കരഞ്ഞു. എന്തുകൊണ്ടെന്നറിയോ ചെറുപ്പക്കാരാ? അങ്ങനെ ഒരു പേര് പറഞ്ഞാൽ ഉമറിന് പേടിയാണ്. കാരണം ആ കാലഘട്ടത്തിൽ ഇസ്ലാമിന് മുമ്പ് ഏറ്റവും വലിയ തെമ്മാടിയായി ജീവിച്ചത് ഖത്താബിന്റെ മകൻ ഉമറാണ്. അതാണ് പേടി. ആരാ ചോദിക്കുന്നത്? അസമ്മാനി റസൂലുള്ളാഹ്,
ഹബീബായ നബി തങ്ങൾ എന്റെ പേര് പറഞ്ഞുവോ? ആരാ ചോദിക്കുന്നതെന്നറിയോ? വേവലാതിയോട്. പരലോകത്തെ കുറിച്ച് ആർക്കാണ് വേവലാതിയുള്ളത്? ഈ മനുഷ്യന്റെ തോളിൽ കൈവച്ചിട്ട് മറ്റേ കൈ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ തോളിലോട്ട് ചേർത്ത് വെച്ച്, അബൂബക്കറേ, ഉമറേ, ഇങ്ങനെയാണ് നാളെ സ്വർഗത്തിൽ നമ്മൾ 3 പേരും ഇരിക്കുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് സന്തോഷം പ്രകടിപ്പിച്ച സഹാബിയാണിത്. കൈ ചേർത്ത് പിടിച്ചിട്ട്, ഉമറേ, അബൂബക്കറേ, നമ്മളിൽ 3 പേര് നാളെ സ്വർഗത്തിൽ ഇങ്ങനെ അടുത്ത് തോളിൽ കൈയിട്ടാണ് ഇരിക്കുന്നതെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷ വാർത്ത പറഞ്ഞ സഹാബിയാ. ആ സഹാബിക്ക് എന്നിട്ടും വേവലാതിയാ. കാരണം ജീവിതത്തിന്റെ ഇന്നലകളിൽ ഞാൻ ചെയ്തു പോയ പാപങ്ങൾ എത്രയാ. ഉമർ കുടിക്കാത്ത കള്ളുകളില്ല, ഉമർ പിടിക്കാത്ത പെണ്ണില്ല, ഉമർ ചെയ്യാത്ത തെമ്മാടിത്തരങ്ങളില്ല. അതൊക്കെ അല്ലാഹു പുറത്തു തന്നു എനിക്ക് ഉറപ്പില്ലാതെ ഹബീബായ നബി തങ്ങൾ അങ്ങനെ ഒരാളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പെടാൻ ഏറ്റവും ഉള്ള സാധ്യതയെ ഉമറിനാണല്ലോ. അസമ്മാനീ റസൂലുള്ളാഹ്, എന്റെ പേര് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വേവലാതിയും കരച്ചിലും കണ്ടപ്പോ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ലാ, ഇല്ല ഉമറേ, ഏതായാലും നിന്റെ പേര് കൂട്ടത്തിൽ പറഞ്ഞിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിന് സമാധാനമായി തിരിച്ചു പോകാൻ ഒരുങ്ങവേ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, പത്ര ഉമറേ, ഇനി ആരും എന്നോട് ഇക്കാര്യം ചോദിച്ചിട്ട് വരണ്ട. ഈ കാര്യം മദീനയിൽ മുഴുവന് പാട്ടായി. ഓരോരുത്തരും വന്നിട്ട് എന്റെ പേരുണ്ടോ എന്ന് ഒരാളും എന്നോട് ചോദിക്കണ്ട. ചോദിച്ചാൽ ഞാനതിന് ഉമ്മു സലമ ഇനി മറുപടിയും പറയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ യാത്രയാക്കിയത്. ഈ പരിമിതമായ സമയത്തിന്റെ ഉള്ളിൽ എന്റെയും നിങ്ങളുടെയും നെഞ്ചകത്തിന്റെ ഉള്ളിലേക്ക് നമുക്കൊരു ചോദ്യം ചോദിക്കാം. നമ്മുടെ പേര് നാളെ പരലോകത്ത് വിളിക്കപ്പെടുമ്പോ നമ്മുടെ പേര് സ്വർഗത്തിന്റെ ലിസ്റ്റിൽ ഉണ്ടാകുമോ? അതല്ല നരകത്തിന്റെ ലിസ്റ്റിൽ ഉണ്ടാകുമോ? നമുക്കതൊരു വേവലാതിയില്ലല്ലോ, അക്കൂട്ടത്തിൽ നമുക്കൊരു വെപ്രാളമില്ലല്ലോ, അതോത്തിട്ട് നമുക്ക് പ്രയാസമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമങ്ങന്മാരെ, ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ കടങ്ങളോത്തിട്ട് നമ്മൾ കരഞ്ഞിട്ടുണ്ട്, നമ്മുടെ രോഗത്തിന്റെ പേരിൽ നമ്മൾ കരഞ്ഞിട്ടുണ്ട്. പക്ഷേ നാളെ പരലോകത്ത് ചെല്ലുമ്പോ എന്റെ പേര്, ആയിഷയുടെ പേര്, സൈനബയുടെ പേര് സ്വർഗത്തിന്റെ ലിസ്റ്റിലാണോ അതല്ല നരകത്തിന്റെ ലിസ്റ്റിലാണോ? നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ സ്വർഗവും നരകവുമായി വേർതിരിക്കപ്പെടുമ്പോ അഹമ്മദ് കബീർ സ്വർഗത്തിലാണോ അതല്ല നരകത്തിലാണോ എന്ന് ഉറപ്പില്ലാതെ ഏത് സമാധാനത്തിലാണ് നമ്മൾ ഇവിടെ ജീവിക്കുക? നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു വേവലാതിയുണ്ടോ? ഒരിക്കലെങ്കിലും നമ്മൾ അങ്ങനെ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പഴയ കാലം പോലെയല്ല. $8 ഉച്ചിട്ടം മുഴുവനും വിദേശ രാജ്യത്ത് നിന്ന് നമ്മുടെ ഇടയിലേക്ക് വന്നപ്പോ നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ വല്ലാതെ മാറി. പാതിരാവിന്റെ നിശബ്ദതയിലെ കഫേകൾ ലോകത്ത് പൊങ്ങി. എല്ലാവരും രാത്രിയിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ചങ്ങനെ കുടിച്ചും ചിരിച്ചും ഹരിച്ചും രമിച്ചും കളിച്ചും കൊതിച്ചും ആടിയും പാടിയും നമ്മുടെ ദിവസങ്ങൾ ഇങ്ങനെ പോകുമ്പോ പെങ്ങളെ, ഒരു ദിവസമെങ്കിലും രാത്രിയിൽ കിടന്നുറങ്ങുന്നതിന് മുമ്പ് റബ്ബേ, ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു പോയല്ലോ അല്ലാഹ്, പടച്ചറപ്പിന്റെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ചെറിയ നന്മയെങ്കിലും ഞാൻ എന്ന് ചെയ്തുവോ റബ്ബേ എന്ന് നമ്മുടെ മനസാക്ഷിയോട് ചോദിക്കാൻ കഴിഞ്ഞിരിക്കുന്നുവോ?